പക്ഷെ ഞങ്ങൾ പറഞ്ഞേക്കണ ആർട്ടിസ്റ്റ് ഇതുവരെ കഥ കേട്ടിട്ടില്ല. അപ്പോൾ അതാണ് പുള്ളി അങ്ങനെ അത്ര എപ്പോഴും അങ്ങനെ സിനിമ ചെയ്യണ ആളോ അല്ല. മലയാളിയാണോ? മലയാളിയാണ്. ജൂഡും ഞങ്ങളുടെ 2018-23 ഇത് ആ റിലീസായതിനു ശേഷം ഞാൻ ജൂഡും കൂടി ഇഷ്ടംപോലെ സബ്ജക്റ്റുകൾ സംസാരിച്ചിരുന്നു. പക്ഷെ അത് ഒരു സബ്ജക്റ്റ് എൻ്റെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ജൂഡ് തന്നെയാണ് എൻ്റെ അടുത്ത് വന്ന് കഥ പറയാം. ഞാൻ അന്ന് പറഞ്ഞു ഇവിടെ ഇത് ഞാൻ ചെയ്യാൻ റെഡിയാണ്. പക്ഷെ ഇപ്പോഴും ഞങ്ങൾ അതിനെപ്പറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ ഞാൻ പറഞ്ഞു ഞാനത് ചെയ്യാം, പക്ഷെ ഇന്ന ആർട്ടിസ്റ്റ് ആയിരിക്കണം. അല്ല, അത് ഏതൊരു ജോണർ അങ്ങനെ എന്തെങ്കിലും? അത് ഇതാണ്, ഈ കടൽ തന്നെയാണ് അതിൽ. ഓഹോ, ദുരന്തവുമായി ബന്ധപ്പെട്ടാണ്? അല്ലല്ല, കടലല്ല, അതൊരു വ്യത്യസ്തമായ സിനിമയാണ്. അപ്പോൾ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ചൂടിനോട് പറഞ്ഞിട്ട് ഇതൊരു ഹിറ്റ് സിനിമയാണ്, എനിക്ക് ഒരു സംശയമില്ലെന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ തന്നെ 2018 എന്നെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ചൂട് കുറേ നാൾ നടന്നു. ഇതിൽ ജൂഡ് പറഞ്ഞു വിടുക, ഞാൻ പറഞ്ഞു വിടുക, ഞാൻ ഈ സിനിമ ചെയ്യാമെന്ന്. പക്ഷെ ഞങ്ങൾ പറഞ്ഞേക്കണ ആർട്ടിസ്റ്റ് ഇതുവരെ കഥ കേട്ടിട്ടില്ല. അപ്പോൾ അതാണ് പുള്ളി അങ്ങനെ അത്ര എപ്പോഴും അങ്ങനെ സിനിമ ചെയ്യണ ആളോ അല്ല. മലയാളിയാണോ? മലയാളിയാണ്. ഞാനപ്പോൾ ജൂഡിനിടയ്ക്ക് വിളിക്കുമ്പോൾ ചോദിക്കുക എന്തായി, അപ്പോൾ ജൂഡ് പറയും കേൾക്കാമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഞാൻ പുള്ളി ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കഥ ഉണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ചേട്ടന് ഇഷ്ടമായതാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമായതാണ്, ഹിറ്റാണ്. അന്ന് ഞാൻ കഥ കേൾക്കാമെന്ന് പറഞ്ഞു, പക്ഷേ ഇതുവരെയും കേട്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹം ഈ കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ചെയ്യുക. എന്നിട്ട് കടലാണ്. അപ്പോൾ ഇപ്പം ജൂഡിനും ഇപ്പം എനിക്ക് കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കടൽ നിസ്സാരമായിട്ട് ഷൂട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ 2018 എന്നുള്ള ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞിട്ട് ജൂഡും കൂടി ചേർന്നിട്ടാണ് ആ കഥ എഴുതിയാക്കുന്നത്. ഇതിൽ കോറൈറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ എനിക്കൊരു ആഗ്രഹമുണ്ട്. വലിയ ബഡ്ജറ്റൊക്കെ ആയിരിക്കും, എന്നാൽ ആ സിനിമ ചെയ്യണമെന്നുണ്ട്.